ചിറ്റപ്പാ, ഇതെന്തൊരു പരിപാടിയാണിത്? ഇന്നേ വരെ ഇല്ലാത്തൊരു പൊല്ലാപ്പിലാണല്ലോ നിങ്ങൾ പോയി പെട്ടിരിക്കുന്നത്. ആത്മകഥ എഴുതിയോ ഇല്ലയോ? എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറയും, ഇല്ലെങ്കിൽ എഴുതിയില്ല എന്ന് പറയും. ഇത് ചുമ്മാ. ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഈ പറയുന്ന ഒന്നും ഞാൻ എഴുതിയതല്ല. ഞാൻ തയ്യാറായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിയത് നിങ്ങളാണെന്ന് നമുക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. പിന്നെ അതങ്ങ് സമ്മതിക്കുന്നതിന് ഇപ്പൊ എന്നാ? ഇനി അത് ആരാണ് പുറത്തു വിട്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആത്മകഥ നിങ്ങൾ എഴുതിയതാണെന്നും എഴുതിയത് ഭാഷാശുദ്ധിക്കായി മറ്റൊരാളെ ഏൽപ്പിച്ചതാണെന്നുമാണല്ലോ ഇ.പി. സഖാവ് പറയുന്നത്. വിശ്വസ്തൻ വഞ്ചന കാണിച്ചോ? അതോ മനഃപൂർവ്വം കഥകൾ പുറത്തുവിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് വരുത്തുകയാണോ? എന്തായാലും കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായിരിക്കുന്നു. പ്രചരിച്ച ആത്മകഥാഭാഗങ്ങൾ താൻ എഴുതിയതല്ല എന്നാണ് ഇ.പി. ആണയിട്ട് പറയുന്നത്. ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല. അത് ഞാൻ അടുത്തന്നെ പ്രസിദ്ധീകരിക്കാതായാലും. ഞാൻ പുസ്തകത്തിന്റെ എഴുത്ത് ഇപ്പോഴും തുടരുകയാണെന്ന് പറയുമ്പോഴും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DC ബുക്സുമായി ജയരാജൻ ചർച്ചകൾ നടത്തുകയും അന്തിമമായ തീരുമാനത്തിലെത്തുകയും ചെയ്തുവെന്ന് തന്നെയാണ് മറ്റു വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ച് DC-യിൽ നിന്നും വ്യക്തമായ രേഖകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിനാൽ എനിക്ക് ഈ പുസ്തകവുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇ.പി. പറയുന്നത് CPIM നേതൃത്വം മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഇ.പിക്കും വ്യക്തമായിട്ടുണ്ട്. വിവാദങ്ങൾ കത്തിപ്പടർന്ന സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് ഇ.പി. എത്തിച്ചേരാനാണ് സാധ്യത. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയതായി സംസ്ഥാന ഘടകവും കേന്ദ്ര കമ്മിറ്റിയും വിലയിരുത്തുകയും ഇ.പി.യെ ശാസിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ പാർട്ടി സമ്മേളന കാലത്ത് മറ്റു നടപടികളിലേക്ക് പോവേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണവും ഇ.പി. വിഷയത്തിലേക്കുള്ള ചർച്ച വൈകി. ഇ.പി. വീണ്ടും തലവേദനയായി മാറിയതോടെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ CPIM കേന്ദ്ര കമ്മിറ്റിയും നിർബന്ധിതരാകും. CPIM-ന് വലിയ ബാധ്യതയായി ഇ.പി. മാറിയെന്ന് തന്നെയാണ് നിഗമനം. ആത്മകഥാ വിവാദത്തിൽ ജയരാജന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചതായി പാർട്ടിയിലെ എല്ലാവർക്കും അറിയാം. ഡോക്ടർ സരിനെ പാലക്കാട് LDF സ്ഥാനാർത്ഥിയാക്കിയ നിലപാടിനെ ആത്മകഥയിൽ ഇ.പി. വിമർശിച്ചത് മനഃപൂർവ്വമാണെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇ.പി.യെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇ.പി. ഇന്നലെ പാലക്കാട്ടേക്ക് എത്തിച്ചതിന്റെ ഉദ്ദേശ ഗുണം ലഭിച്ചില്ലെന്നാണ് പാർട്ടിയിലെ ഒരു ഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്നതായാലും സ്വന്തം വീട്ടിലാണ് ചിറ്റപ്പൻ ഗ്രനേഡിന്റെ പിന്നൂരിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ, CPIM-ൽ ഇ.പി.യുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. ഞാനിത് ഇപ്പോഴും തുടങ്ങിയതൊന്നും കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതല്ല.